അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ബാബു എന്നാണ്. ഞാൻ 7 വർഷമായി ഇവിടെ ചമയവിളക്കെടുക്കുന്നു. വർഷത്തിൽ 2 വിളക്കും എടുക്കാറുണ്ട്. ഞാൻ ഇന്നിപ്പോൾ എടുക്കുന്ന മോന് വേണ്ടിയാണ് എടുക്കുന്നത്. എല്ലാ വർഷവും വേറെയുള്ള വേഷങ്ങളിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനൊരു വെറൈറ്റി വേഷം, അമ്മ വേഷമായിട്ട് ചെയ്യാം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ചെയ്തു. അല്ല, എൻ്റെ പ്രായവും അതാണ്. അപ്പോൾ അതിന് പറ്റിയൊരു വേഷമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എനിക്ക് എത്ര വയസ്സ് വരും അറിയാമോ? 64 വയസ്സുണ്ട്. അമ്മേ ദേവി. അപ്പോൾ ആ ഒരു വേഷത്തിലായിക്കോട്ടെ. പിന്നെന്താ, തീർച്ചയായിട്ടും അമ്മയുണ്ടല്ലോ കൂടെ നമുക്ക്. പിന്നെ ഇപ്പം ഞാൻ എടുക്കുന്ന മോന് വേണ്ടിയാണ്. അമ്മ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നു. എല്ലാ വർഷവും ചെയ്യാറുണ്ട്. വിശ്വാസം വേണം. അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് ചിലർ പറയും ഒന്നും കിട്ടിയില്ല അമ്മയുടെ ഒന്ന്. പക്ഷെ നമുക്ക് വിശ്വാസം വേണം. ആദ്യം നമുക്ക് സ്വയം നമ്മളെ മനസ്സിൽ വിശ്വാസം വേണം, എങ്കിലും കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ നേർന്ന് ഒന്നും ചെയ്തത് അങ്ങനെ. ഇതിപ്പോൾ ഞാൻ വ്രതം നിന്നാണ് ചെയ്യുന്നത്. അത് ചിലർ 7 ദിവസം നിൽക്കണവരുണ്ട്, ചിലർ 3 ദിവസം നിൽക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇതുപോലെ ഇഷ്ടം പോലെയാണ്. എൻ്റെ പേര് വർഷ, ഞാൻ കാസർഗോഡാണ്. ഇതെൻ്റെ 7ാമത്തെ വർഷമാണ് വിളക്കെടുക്കാൻ വരുന്നത്. അപ്പോൾ നമ്മളെ മനസ്സിലുള്ള നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു കേട്ട അറിവായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ അതിൽ പ്രാർത്ഥിച്ച് അതിൻ്റെ എന്താ പറയുക, അത് സഫലമായി. അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് വിളക്കെടുക്കുന്നു. അടുത്ത വർഷവും വരും. ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്, കാസർഗോഡാണ് വരുന്നത്. എൻ്റെ പേര് ദിയാകൃഷ്ണ. ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു. ആദ്യത്തെ വർഷമാണ്, പുതിയ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത്രയും ആൾക്കാർക്കാണ് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് വന്നത്. എന്തായാലും അടുത്ത വർഷം വരാൻ സാധിക്കട്ടെ. എൻ്റെ പേര് ഹയാത്ത്, ഇത് റോഷ്നി. ഞങ്ങൾ മലപ്പുറം കോഴിക്കോട് ബേസിൽ അവിടെ താമസിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ വർഷമാണ് വിളക്കെടുക്കുന്നത്. അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ വിളക്കെടുക്കുന്നു. അത്രയേ ഉള്ളൂ.